നമുക്കിന്നിവിടെ ഒരു തക്കാളി വഴറ്റിയതാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാനൊരു 3 സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം അടുപ്പത്ത് നമ്മുടെ ചീനിച്ചട്ടി വെച്ച് എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് കടുകും ഉലുവായും ഇട്ട് കൊടുക്കുക. ഒരു 3-4 പീസ് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കിന് ആ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് ജസ്റ്റ് വഴറ്റുക. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കുക. സവോളയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയ ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടുമേ, അതുകൊണ്ടാണ് ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കാൻ പറയുന്നത്. ഇപ്പോൾ കണ്ടോണം നമ്മുടെ ഈ സവോളയെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നത് കാണാം. വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും, അതായത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. വേറെ മസാലകളൊന്നും പ്രത്യേകിച്ച് വേണ്ട കേട്ടോ. പൊടി ഐറ്റംസ് ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചേർക്കുന്നത്. അതും ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ആ തക്കാളിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഈ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായത് നമ്മുടെ സംഭവം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളി വഴറ്റിയത് ചോറിന് വേണ്ടി മാത്രമല്ല, ചപ്പാത്തിക്കും നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞാൻ പിന്നെ ഇച്ചിരി കായപ്പൊടി, ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. താങ്ക് യു.